ഫെബ്രുവരി 7-ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് സ്വകാര്യ കശുവണ്ടി വ്യവസായ മേഖലയും മത്സ്യബന്ധന മേഖലയും. പ്രത്യേക പാക്കേജ് വേണമെന്ന് സ്വകാര്യ കശുവണ്ടി വ്യവസായ മേഖല ആവശ്യപ്പെടുമ്പോൾ ഇന്ധന സബ്സിഡി, ഹാർബറുകളിൽ മത്സ്യം സൂക്ഷിക്കാൻ ശീതീകരണ സംവിധാനം എന്നിങ്ങനെ നീളുന്നു മത്സ്യമേഖലയുടെ ആവശ്യങ്ങൾ. പൂട്ടിക്കിടക്കുന്ന 800ഓളം സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുത്ത് വ്യവസായം ആരംഭിക്കുന്നതോടെ നഷ്ടപ്പെട്ട പ്രതാപം കശുവണ്ടി മേഖലയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മുൻകാല ബജറ്റുകളിൽ കശുവണ്ടി മേഖലയ്ക്കായി നീക്കിവെച്ച തുക പൂർണ്ണമായും ചെലവഴിക്കാത്തതും മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. തോട്ടന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കുക, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികളുടെ ബാധ്യത ഏറ്റെടുക്കുക, കശുവണ്ടി തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇങ്ങനെ നീളുന്ന ആവശ്യങ്ങൾ. കശുവണ്ടി മേഖലയെ സംബന്ധിച്ചിടത്തോളം മൊത്തം 864 ലൈസൻസുള്ള ഫാക്ടറികളാണ് കേരള സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതിൽ 800ഓളം ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ 800 ഫാക്ടറികൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കണം. അങ്ങനെ പാക്കേജ് നടപ്പാക്കാൻ അത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് വരാത്ത സ്വകാര്യ മുതലാളിമാരുടെ ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപെക്സ് എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ ആവശ്യം തൊഴിൽ ദിനങ്ങൾ കൂട്ടുക എന്നതാണ്. തോട്ടന്റെ ഇറക്കുമതി കൂട്ടുന്നതിനൊപ്പം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. തൊഴിലാളികൾക്ക് ഒരു വർഷം 200 ദിവസമെങ്കിലും ജോലി ലഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പ്രത്യേക പാക്കേജ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയതുപോലെ തന്നെ വ്യവസായത്തിന് ഒരു പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് കൂടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതേസമയം മത്സ്യമേഖലയിലെ ഉണർവിനായി ഇന്ധന സബ്സിഡിയാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. കൂടാതെ യാനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ, ഹാർബറുകളിൽ ഫിഷ് ഹോൾഡ് എന്നിങ്ങനെ നീളുന്ന ആവശ്യങ്ങൾ. നിലവിൽ നമ്മുടെ മത്സ്യബന്ധന മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്ധന സബ്സിഡി തന്നെയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ഒരു മേഖലയാണ് ഈ ഫിഷിംഗ് മേഖല. വലിയ വിലയ്ക്കാണ് നമ്മൾ ഡീസലായാലും പെട്രോളായാലും മണ്ണെണ്ണയായാലും വാങ്ങുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരുവിധമായ സഹായം അക്കാര്യത്തിൽ കിട്ടുന്നില്ല. അതേസമയം ഇന്ത്യയിലെ ബാക്കി 8 സംസ്ഥാനങ്ങളിലും ഈ ഇത്തരത്തിൽ ഡീസലിനും മണ്ണെണ്ണയ്ക്കുമൊക്കെ നിരവധി സബ്സിഡി കൊടുക്കുന്നുണ്ട്. കടബാധ്യത തള്ളിക്കളയുക, മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വില കുറയ്ക്കുക, വില തകർച്ച തടയാനും ബജറ്റിൽ തുക നീക്കിവെക്കുമെന്നും മേഖല പ്രതീക്ഷിക്കുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കശുവണ്ടി മേഖല കടന്നുപോകുന്നത്. അടഞ്ഞുകിടക്കുന്ന 800ഓളം ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുത്ത് നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് തിരികെ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മത്സ്യമേഖലയിലാകട്ടെ ഏതാണ്ട് ട്രോളിങ്ങിൻ്റെ അവസ്ഥയിലാണ്. ഭൂരിപക്ഷം ബോട്ടുകളും കടലിൽ പോകാത്ത അവസ്ഥ. ഇന്ധനവില വർധനവും മറ്റുമെല്ലാം ഈ മേഖലയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ 2 മേഖലയും കാത്തിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.